ഇതൊരു സുപ്രധാന ദിവസമാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. സഖ്യകക്ഷി സർക്കാരാണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കടന്നുപോയ ഒരു വർഷം. വഖഫ് ഭേദഗതി നിയമം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ ഇന്ത്യ സർക്കാരിൽ നിന്നുണ്ടായി. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ 987 ശേഷം നിരീക്ഷിച്ചിരുന്നത് ഇനി ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ്. പക്ഷേ അത്തരം പ്രവചനങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ബിജെപി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2014-ലും 19-ലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേറിയത്. എന്നാൽ 2024 എത്തുമ്പോൾ ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായി മൂന്നാം തവണയും ബിജെപിക്ക് ഭരണം കിട്ടുന്നുണ്ട്. ബിജെപി ഒറ്റയ്ക്ക് 240 എന്ന ഒരു വലിയ നമ്പറിലേക്ക് എത്തി. അന്ന് ഈ ഇന്ത്യ സഖ്യവും അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ 2 സർക്കാരുകൾ പോലെ ആയിരിക്കില്ല. കാരണം സഖ്യകക്ഷി സർക്കാർ എന്ന് പറയുമ്പോൾ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ബീഹാറിലെ നിതീഷ് കുമാറിനോടും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനോടും ഒക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടി വരിക എന്ന വലിയ വിമർശനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം വിമർശകരുടെ വാ അടപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് 1ഉം 2ഉം നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയായിരുന്നു അതേ നിലയിൽ തന്നെ അല്ലെങ്കിൽ അതിലും കൂടി ഒരുപടി കടന്ന് ദേശീയ വിഷയങ്ങളിൽ അത്രത്തോളം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു NDA സർക്കാരിനെ നമ്മൾ ദേശീയ തലത്തിൽ കഴിഞ്ഞ ഒരു വർഷം കണ്ടിരിക്കുന്നു. പലപ്പോഴും സഖ്യ സർക്കാരുകൾ വരുമ്പോൾ അത് ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താണെങ്കിൽ പോലും നമുക്കറിയാം ഈ വിവിധ പാർട്ടികൾ ചേർന്നുകൊണ്ട് സർക്കാർ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൽ അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം പലതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ 947 മുതൽ ഇതിൽ കണ്ടുവരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘടകകക്ഷിക്കും സർക്കാർ എടുക്കുന്ന നിലപാടിൽ വ്യത്യസ്ത അഭിപ്രായമോ അല്ലെങ്കിൽ സർക്കാരിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധമോ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള പൊട്ടിത്തെറികളുടെ വാർത്ത പോലും ഇല്ലാതെ അതൊരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ സംഭവമാണ്. ഒരു സഖ്യ സർക്കാരിനെയും എങ്ങനെയാണ് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എല്ലാവരെയും എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു പാഠമായി കൂടി ഈ NDA സർക്കാരിന്റെ കടന്നു പോകുന്ന ഒരു വർഷം മാറുന്നു എന്നുള്ളതാണ്.